ഓം ശ്രീ സായിരാം. സന്ധ്യാവന്ദനം ഭാഗം 3, പഴംപാട്ടും പഴങ്കഥയും. അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 2 സന്ധ്യകളിലും വിളക്ക് കത്തിക്കുന്ന പതിവ് നമുക്കുണ്ട്. വിളക്ക് കത്തിക്കുന്ന സമയത്ത് ചൊല്ലേണ്ടതായ ഒരു ശ്ലോകം എന്ന് പറയാം. ശുഭം ഭവതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം മമ ദുഃഖവിനാശാനാം സന്ധ്യാദീപം നമോ നമഃ. ഇത് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ വിളക്ക് കൊളുത്തുവാനായിട്ട്. വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ മുൻവശത്തെ വാതിൽ കുറച്ചെങ്കിലും ഒന്ന് തുറന്നു വയ്ക്കണം. സന്ധ്യസമയത്തും രാവിലെയല്ല, സന്ധ്യസമയത്ത് തുറന്നു വയ്ക്കണം. കാരണം ലക്ഷ്മി ഭഗവതി സഞ്ചരിക്കുമ്പോൾ വിളക്ക് കത്തിച്ച് തുറന്നു വെച്ച വീടുകളിലേക്ക് പ്രവേശിക്കുമെന്നാണ് സങ്കല്പം. അതുകൊണ്ട് അങ്ങനെ കൂടെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. എന്ന് വെച്ചിട്ട് നമ്മൾ കതവ് തുറന്നു വെച്ചിട്ട് പോകരുത്, സൂക്ഷിക്കണം. അങ്ങനെ ഇന്ന് ഹരി കീർത്തനമാണ് നമ്മൾ ചെല്ലാൻ പോണത്. ഹരി തൻ്റെ തിരുനാമം അതിപാവനമെന്നും പരമപദ കൽപ്പക ശാശ്വത മന്ത്രം ഗതിയതുതാൻ സുഖമതുതാൻ തുച്ഛങ്ങളെ വിട്ട് രാപ്പകലങ്ങാശ്രയമായി തീരട്ടെ ലോകേ. രവി കോടി ദുതി ചിന്തിട്ടിരുൾ ബാധകമെല്ലാം ഹൃദയമണിക്കോവിലിൽ ഭസ്മമായി തീരാൻ ഹൃദികമലേ ദുദിഘനമാം ആനന്ദരൂപം ഭാവന നീ ചെയ്തിടുക നിത്യം മനമേ. ഭഗവാന്റെ തിരുനാമം അതികോമളമെന്നും ജനിമരണ സാഗര താരണ മന്ത്രം ജപമനുജ ജപമനുജ മിഥ്യാഭ്രമഹീനം മായികമാം ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ ഹരി തൻ്റെ തിരുനാമം അതിപാവനമെന്നും പരമപദ കൽപ്പക ശാശ്വത മന്ത്രം ഗതിയതുതാൻ സുഖമതുതാൻ തുച്ഛങ്ങളെ വിട്ട് രാപ്പകലങ്ങാശ്രയമായി തീരട്ടെ ലോകേ. കൃഷ്ണൻ്റെ ഒരു കീർത്തനമുണ്ട്, വളരെ സുന്ദരമായ ഉണ്ണികൃഷ്ണൻ്റെ കീർത്തനമാണ്. ഗോപീകമാർ മോഹനനെ ഗോപകുല പാലകനെ ഗോപീകമാർ മോഹനനെ വാതാലയാനിവസ മാധവ ശ്രീ വിളങ്ങും വാതാലയാനിവസ മാധവ ശ്രീ വിളങ്ങും വ്രജത്തിൻ നായക ജഗത്തിനാധര രുജയെ തീർത്തിടും മുകുന്ദ സുന്ദര വ്രജത്തിൻ നായക ജഗത്തിനാധര രുജയെ തീർത്തിടും മുകുന്ദ സുന്ദര ഗോപീകമാർ മോഹനനെ ഗോപകുല പാലകനെ ഗോപീകമാർ മോഹനനെ കാളിയമർദ്ദനനെ കേളി വിലാസിതനെ കാളിയമർദ്ദനനെ കേളി വിലാസിതനെ കാളുമെൻ വിനയേതുമെന്നിയെ ചാലെ തീർത്തിടും ബാലഗോപാല കാളുമെൻ വിനയേതുമെന്നിയെ ചാലെ തീർത്തിടും ബാലഗോപാല ഗോപീകമാർ മോഹനനെ ഗോപകുല പാലകനെ ഗോപീകമാർ മോഹനനെ എങ്ങും നിറഞ്ഞു നിൽക്കും തുങ്കകീർത്തേ
ഭാഷ എങ്ങും നിറഞ്ഞു നിൽക്കും തുംഗകീർത്തി പങ്കജാക്ഷ കരുണ കടലെ തരണമഭയം ശരണമരുണ ചരണയുഗളം കരുണ കടലെ തരണമഭയം ശരണമരുണ ചരണയുഗളം ഗോപീകമാർ മോഹനനേ ഗോപകുല പാലകനേ ഗോപീകമാർ മോഹനനേ. ഇനി നമുക്കൊരു കഥ പറയാം. ഇന്നത്തെ കഥ ഭഗവാൻ ശ്രീ സത്യസായി ബാബ ഒരു 1.5 മണിക്കൂർ നിന്നിരുന്ന തെലുങ്കിലുള്ള പ്രഭാഷണങ്ങളാണ് എപ്പോഴും ചെയ്യുക. എണ്ണമറ്റ പ്രഭാഷണങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ചെയ്തിരിക്കുന്നത്. ആ ദിവ്യപ്രഭാഷണങ്ങളിലൊക്കെ എണ്ണമറ്റ കഥകളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എല്ലാ അവതാര പുരുഷന്മാരും, ശ്രീരാമകൃഷ്ണദേവൻ, ശ്രീ യേശുദേവൻ, എല്ലാവരും ഇങ്ങനെ പാരബിൾസ് എന്ന് പറയുന്ന ചെറിയ കഥകൾ പറയാറുണ്ട്. എല്ലാവരും, അതായത് ഒരു തത്വം അല്ലെങ്കിൽ ഒരു സ്വഭാവം നമ്മൾ ചെയ്യേണ്ടത് ഏത് രീതിയിലാണെന്ന് പെട്ടെന്ന് കഥകളിലൂടെ പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് പിടികിട്ടും. അതുകൊണ്ട് എല്ലാവരും, മഹാപുരുഷന്മാരെല്ലാവരും തന്നെ ചെറിയ കഥകളിലൂടെയാണ്. ബുദ്ധദേവൻ്റെയൊക്കെ നമുക്ക് ധാരാളം ജാതക കഥകളൊക്കെ ഉണ്ട്. അങ്ങനെ കഥകളിലൂടെയാണ് പറഞ്ഞത്. അങ്ങനെ ചിന്ന കഥ, ഭഗവാൻ പറയുന്ന ഒക്കെ ചിന്ന കഥ, അതായത് ഒരു ചെറിയ കഥ പറയാം എന്ന് പറഞ്ഞിട്ടാണ് പറയുക. അങ്ങനെ പറഞ്ഞ ഒരു ചെറിയ കഥയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതായത് നയചാതുര്യം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങളെ നേരിടുവാൻ നമുക്ക് നയചാതുര്യം ഉണ്ടാവണം. ഏതെങ്കിലും ഒരു പ്രശ്നം വന്ന ഉടനെ എടുത്തു ചാടി ഭയപ്പെട്ട് ആശങ്കയോടെ ഭയത്തോടെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തെറ്റുപറ്റും. ഏത് പ്രശ്നം വന്നാലും അതിനെ ഒന്ന് നേരിട്ട് ഒന്ന് ചിന്തിച്ച് എന്ത് ചെയ്താലാണ് നല്ലത്, എന്ത് ചെയ്താൽ എന്തുണ്ടാവും എന്നൊന്ന് ആലോചിച്ച് ശാന്തതയോടുകൂടി അതിനെ നേരിടുകയാണെങ്കിൽ, നയത്തോടുകൂടി അതിനെ നമ്മൾ പരിഹരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഐശ്വര്യമുണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം വളരെ സമ്പന്നനായ ഒരു കച്ചവടക്കാരനാണ്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് 2 സുന്ദരിമാരായ സ്ത്രീകൾ കയറി വരികയാണ്. അവർ കയറി വന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട്, ഞങ്ങളിൽ ആരാണ് സുന്ദരി എന്ന് നീ പറയണം. ആരാണ് വന്നതെന്നറിയാമോ? ശ്രീദേവി, അതായത് മഹാലക്ഷ്മിയും ജ്യേഷ്ഠാഭഗവതി, അതായത് മൂദേവിയുമാണ് വന്നത്. അവർ രണ്ടുപേരും സഹോദരിമാരാണ്. അവർ രണ്ടുപേരും പാലാഴിയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. പാലാഴിയിൽ നിന്ന് മഹാലക്ഷ്മി ശ്രീദേവി വന്നപ്പോൾ അത് മഹാവിഷ്ണുവിന് വിവാഹം കഴിച്ചു കൊടുത്തു. ജ്യേഷ്ഠാഭഗവതി, അതായത് മൂദേവി വന്നപ്പോൾ അവരെ അസുരന്മാരെടുത്തു. അപ്പോൾ അവർ രണ്ടാളും കൂടി ഒരുമിച്ച് ഇങ്ങനെ സഞ്ചരിക്കും. അവർ സഹോദരിമാരാണ്. അവർ ഐശ്വര്യമില്ലാത്ത ഭവനങ്ങളിലൊക്കെ മൂദേവി അഥവാ ജ്യേഷ്ഠാഭഗവതി കാറിപ്പോറും. വിളക്ക് കത്തിച്ച് ശുദ്ധമായി വിൽക്കുന്ന ഭവനങ്ങളിലൊക്കെ ശ്രീദേവിയെ പ്രവേശിക്കും. ഇവർ രണ്ടുപേരും കൂടെ വന്നിട്ടാണ് ചോദിക്കുന്നത്, ഞങ്ങളിൽ ആരാണ് സുന്ദരി? അങ്ങേര് പെട്ടു. അങ്ങേര് പറഞ്ഞു, ഞാൻ എങ്ങനെ പറയും? അപ്പം ശ്രീദേവിയാണ് സുന്ദരി എന്ന് പറഞ്ഞാൽ പിന്നെ മൂദേവി കോപിക്കും, എന്നിട്ട് ശപിക്കും. അപ്പം എനിക്ക് സർവനാശം ഉണ്ടാവും. അഥവാ നീ മൂദേവിയാണ് സുന്ദരി എന്ന് പറഞ്ഞാലോ ശ്രീദേവി ശപിക്കും, അപ്പോഴും എനിക്ക് സർവനാശം ഉണ്ടാവും. രണ്ടായാലും സർവനാശം തന്നെ ഫലം. അങ്ങേര് വളരെ കഷ്ടപ്പെട്ട. പക്ഷേ ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ, നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, അമ്മേ, ഞാൻ പറയണ പോലെ കേൾക്കാമോ? രണ്ടുപേരും, 2 അമ്മമാരും ഞാൻ പറയണ പോലെ കേൾക്കണം. എന്നാൽ മാത്രമേ എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റൂ. ശരിയായിട്ട് സത്യസന്ധമായിട്ട് നിങ്ങളുടെ സൗന്ദര്യം അളക്കണമെങ്കിൽ ഞാൻ പറയണ പോലെ കേൾക്കണം. കേൾക്കാമല്ലോ, നീ എന്താണ് പറയണത്, പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശ്രീദേവി അമ്മ ഒരു കാര്യം ചെയ്യൂ, ഇവിടെ എൻ്റെ അടുത്ത് നിന്നിട്ട് ആ ഗേറ്റിലേക്ക് നടക്കൂ. എൻ്റെ പുറത്തേക്ക് പോകുന്ന വഴിയുണ്ടല്ലോ, ഗേറ്റ്, അവിടെ വരെ ഒന്ന് നടക്കൂ. കുറച്ച് ദൂരമുണ്ട് കേട്ടോ. കുറച്ച് വരെ ദൂരം നടന്നിട്ട് തിരിച്ചതുപോലെ വന്നിട്ട് എൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കണം. ഈ റാമ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ സുന്ദരിമാർ നടക്കണേ, അതുമാതിരി ദേവിയോട് പറഞ്ഞു, ദേവി അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഞാൻ നന്നായിട്ട് നോക്കാം, എന്നിട്ട് പറയാം ആരാണ് സുന്ദരി എന്ന് പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ദേവിക്ക് സന്തോഷമായി. വേഗം പോയി ഗേറ്റിൻ്റെ അവിടെ നിന്ന് വളരെ സുന്ദരിയായിട്ട് ഇങ്ങനെ നടന്നു വന്ന് അദ്ദേഹത്തിൻ്റെ ഭവനത്തിനകത്തേക്ക് പ്രവേശിച്ചു. ജ്യേഷ്ഠാഭഗവതി അവിടെ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത്. അപ്പോൾ ദേവിയെടുത്ത് തന്നെ, അമ്മ ഒരു കാര്യം ചെയ്യൂ, അമ്മ ഇവിടെ നിന്ന് അങ്ങനെ നന്നായിട്ട് നടന്നു പോകും, നല്ല സുന്ദരിയായിട്ട് അങ്ങനെ നടന്നു പോകുമ്പോൾ പുറത്തേക്ക് പോയിട്ട് അങ്ങ് പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ പറയാം ആരാണ് എങ്ങനെയാണ് എന്ന് പറയാം എന്ന് പറഞ്ഞു. അപ്പം ജ്യേഷ്ഠാഭഗവതിക്ക് സന്തോഷമായി. അവർ വളരെ സൗന്ദര്യത്തോടുകൂടി നടന്ന് പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഗേറ്റിന് പുറത്തേക്ക് പോയി.
അപ്പോൾ അദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു, ഞാൻ നിശ്ചയിച്ചു ഏതാണ് ഭംഗിയെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എങ്ങനെ അറിയാമോ? ശ്രീദേവി അമ്മ അവിടുന്ന് ഇങ്ങനെ നടന്നു വന്ന് എൻ്റെ ഭവനത്തിലേക്ക് കാണുമ്പം അതിസുന്ദരി, എന്താണ് സൗന്ദര്യം, എന്താണ് പ്രകാശം, എന്താണ് മുഖത്തിൻ്റെ ഒരു സൗന്ദര്യം, എനിക്ക് വർണ്ണിക്കാൻ പോലും പറ്റണില്ല, അത്ര സുന്ദരിയാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ജ്യേഷ്ഠ ഭഗവതിയും. ഇവിടുന്ന് അങ്ങനെ നടന്നു പോയപ്പോൾ എന്താ ഒരു ഭംഗി, എനിക്ക് വർണ്ണിക്കാൻ തന്നെ പറ്റുന്നില്ല അമ്മേ. അമ്മ എന്തൊരു സുന്ദരിയാണ്. ആ ഗേറ്റിന് പുറത്തേക്ക് കടന്നപ്പോഴത്തേക്ക് അമ്മ അതീവ സുന്ദരിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്ക് രണ്ടുപേരും അതിസുന്ദരിമാരായിട്ടാണ്, പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പം രണ്ടുപേരും അതിസുന്ദരിമാരായിട്ടാണ് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു. തൽഫലമായിട്ട് എന്തുണ്ടായി? അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ നിന്ന് ശ്രീദേവി ദിവസവും അവിടെ തന്നെ വസിച്ചു. അദ്ദേഹം സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്തു. അതുപോലെ മൂദേവിക്കും, അതായത് ജ്യേഷ്ഠഭഗവതിക്കും തൃപ്തിയായി. ശരി, എനിക്ക് ശ്രീദേവി വസിക്കുന്നിടത്ത് ജ്യേഷ്ഠഭഗവതിക്ക് ഇരിക്കാനും പറ്റില്ല. അപ്പോൾ പറഞ്ഞു, ശരി, ഇത്ര നല്ലവനല്ലേ ഇവൻ, ഇത്ര നയത്തോടുകൂടി ഞങ്ങളുടെ പ്രശ്നം പരിഹരിച്ചല്ലോ, രണ്ടുപേരും സുന്ദരിമാരാണെന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ അനുഗ്രഹിച്ചിട്ട് ആ ജ്യേഷ്ഠഭഗവതിയും പുറത്തേക്ക് പോയി. ഇതാണ് നയചാതുര്യം എന്ന് പറയുന്നത്. രണ്ടുപേരും ഒരേ പ്രശ്നങ്ങളും കൊണ്ടുവന്നു. രണ്ടുപേരും പിണങ്ങിയാൽ അപകടമുണ്ടാവും. രണ്ടുപേരെയും പിണക്കാൻ പാടില്ല. രണ്ടുപേരെയും പിണക്കാതെ എങ്ങനെയാണ് കാര്യം സാധിക്കുക എന്ന് എത്ര സുന്ദരമായിട്ടാണ് അദ്ദേഹം. അതായത് ശ്രീദേവിയുടെ വാസമുള്ളിടത്തെ ഐശ്വര്യമുണ്ടാവുള്ളൂ, മൂദേവി ഇറങ്ങിപ്പോയാലേ ഐശ്വര്യമുണ്ടാവുള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് സുന്ദരമായിട്ട് അദ്ദേഹം ആ പ്രശ്നം പരിഹരിച്ചു. ഭഗവാൻ നമ്മളോട് പറയുകയാണ്, ഇതുപോലെ ഏത് പ്രശ്നം വന്നാലും ശാന്തമായിട്ട് ചിന്തിക്കൂ, നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കൂ, അവിടെ നിങ്ങളുടെ മനസാക്ഷിയായിട്ടിരിക്കുന്ന ഈശ്വരൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അതിനുവേണ്ടി കാത്തിരിക്കൂ. അല്ലാതെ ഇടപെടാമെന്ന് പറഞ്ഞിട്ട് ധൃതി പിടിച്ചിട്ടും ആശങ്കയോടും ഭയത്തോടും കൂടി ഒരു നിശ്ചയവും എടുക്കാതിരിക്കുക. ശാന്തമായി സൗമ്യമായി ആലോചിച്ച് എന്ത് ചെയ്താൽ എന്താണ് ഉണ്ടാവുക എന്നൊന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തീരുമാനമെടുക്കുവാൻ പഠിക്കുക എന്നാണ് ഭഗവാൻ നമ്മളെ ഉപദേശിച്ചത് ഈ ചെറിയ കഥയിലൂടെ. സായിറാം. താങ്ക് യു സോ മച്ച്.